ഹിന്ദു വിശ്വാസപ്രകാരം അതീവ പ്രാധാന്യമുള്ളൊരു ദിനമാണ് അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ ദിവസമാണ് ഇതാഘോഷിക്കുന്നത്. അക്ഷയ എന്ന വാക്കിനർത്ഥം ഒരിക്കലും ക്ഷയിക്കാത്തത് അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നത് എന്നാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ താഴെ പറയുന്നവയാണ്. 1. ഐതിഹ്യങ്ങൾ. അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് നിരവധി പുരാണ കഥകളുണ്ട്. 1. അക്ഷയപാത്രം. വനവാസകാലത്ത് സൂര്യദേവൻ യുധിഷ്ഠിരന് അക്ഷയപാത്രം നൽകിയത് ഈ ദിവസമാണെന്ന് കരുതപ്പെടുന്നു. 2. ശ്രീകൃഷ്ണനും കുചേലനും. ദരിദ്രനായ കുചേലൻ തന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണനെ കാണാൻ പോയതും ഭഗവാൻ കുചേലന് ഐശ്വര്യം നൽകിയതും ഈ ദിനത്തിലാണെന്നാണ് വിശ്വാസം. 3. ഗംഗാതരണം. ഗംഗാനദി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകി തുടങ്ങിയത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 4. പരശുരാമ ജയന്തി. വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമന്റെ ജന്മദിനമായും ഈ ദിവസം ആഘോഷിക്കുന്നു. 2. വിശ്വാസങ്ങളും ആചാരങ്ങളും. 1. ശുഭാരംഭം. ഈ ദിവസം ആരംഭിക്കുന്ന ഏതൊരു കാര്യവും വിജയകരമായി തീരുമെന്നും അതിൽ നിന്നുള്ള ഫലം ശാശ്വതമായിരിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും വിവാഹങ്ങൾക്കും വീട് താമസത്തിനുമെല്ലാം ഈ ദിവസം ഉത്തമമായി കരുതുന്നു. 2. ദാനം. ഈ ദിവസം നടത്തുന്ന ദാനധർമ്മങ്ങൾ ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം. 3. സ്വർണ്ണമുടൽ. അടുത്ത കാലത്തായി അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങുന്നത് ഒരു പ്രധാന ആചാരമായി മാറിയിട്ടുണ്ട്. ഈ ദിവസം സ്വർണം വാങ്ങിയാൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. 3. പ്രാധാന്യം. കാർഷിക സംസ്കാരവുമായും ഈ ദിനത്തിന് ബന്ധമുണ്ട്. പലയിടങ്ങളിലും വിളവെടുപ്പ് ഉത്സവമായും പുതിയ കൃഷി ഇറക്കുന്ന ദിവസമായും ഇതാഘോഷിക്കാറുണ്ട്. ചുരുക്കത്തിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് അക്ഷയ തൃതീയയെ കണക്കാക്കുന്നത്. ഈ വർഷത്തെ, അതായത് 2026-ലെ അക്ഷയ തൃതീയ ഏപ്രിൽ 20-നാണ് വരുന്നത്. ഇതുപോലുള്ള അറിവുകൾ ദിവസവും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.